എൻ്റെ ശബ്ദം കുറച്ച് ലൈറ്റ് ആയിരിക്കും, എന്നാലും കിട്ടുമായിരിക്കും. തമിഴിൽ ഈ സിനിമ കഴിഞ്ഞ 29 റിലീസായിട്ടുണ്ട്. അവിടെ ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തിയേറ്ററുകളിലും. അപ്പം മലയാളത്തിൽ ഇന്നലെ ഞങ്ങൾ റിലീസ് ചെയ്തു. ഇന്നലെയും ഇന്നുമായിട്ട് ഒരുവിധം മലയാള പ്രേക്ഷകരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് സിനിമ എത്തിക്കണം എന്ന് നമ്മളുടെ മലയാളം നമ്മളുടെ ഫ്രണ്ട്സും പ്രേക്ഷകരും ഒക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിങ്ങനെയുള്ള ഒരു പത്രസമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ടാണ് മദൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദൻ സാറ് തമിഴിൽ ഇപ്പം നായകനായിട്ട് നൂഡിൽസ് എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസായി ഒരുവിധം സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഒരു സിനിമയാണ്. മലയാളത്തിൽ നിന്നൊക്കെ അതിനെപ്പറ്റി റിവ്യൂ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആ തിരക്കുകളെല്ലാം വിട്ടിട്ടാണ് പുള്ളി ഇപ്പം ഈ ഇതിന് വന്നിരുന്നത്. അതേപോലെ ഔസേബിഷൻ സാറിന്റെ 50 വർഷ സിനിമാ ജീവിതത്തിൽ കടന്നിരിക്കുന്ന സമയമാണ്. അദ്ദേഹം ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയാണ് നമ്മുടെ റൂട്ട് നമ്പർ 17. അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിനെ പോലൊരു മ്യൂസിക് ഡയറക്ടർ ഉറപ്പായിട്ടും വേണമായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രമേ ഈ സിനിമയെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു ലെവലിന് മുകളിലേക്ക്. അതിനായിട്ടാണ് അദ്ദേഹത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ഈ പ്രോജക്റ്റിലേക്ക്. പിന്നെ ഡോക്ടർ അമർ രാമേന്ദ്രൻ, ഡോക്ടറായിട്ടുള്ള ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ ഫസ്റ്റ് പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അദ്ദേഹമാണ്. ഇത് 2ാമത്തെ പടമാണ് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള. പിന്നെ അടുത്തത് പ്രശാന്ത് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെയും ക്യാമറമാൻ പ്രശാന്ത് ഏട്ടനാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെയും പ്രശാന്ത് ഏട്ടനാണ്. കാരണം എനിക്ക് ഗുരുതുല്യനായ ആളാണ്. എനിക്ക് എൻ്റെ ബലം എന്ന് പറയുന്നതും പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടനും ഈ സിനിമ പ്രശാന്ത് ഏട്ടൻ്റെയും ഔസേപ്പ് ബച്ചൻ സാറിൻ്റെയും ഒരു മാജിക്കാണ് എന്ന് കൂടെ പറയാം. അത്രയ്ക്ക് അവർ രണ്ടുപേരും ഈ സിനിമയിലെ ക്യാമറയിലും മ്യൂസിക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനും മറ്റും ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ്. അതുപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. എഡിറ്റ് ചെയ്തേക്കുന്നത് ബ്രോഡാഡി, എമ്പുരാൻ, കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ്. അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ ബേസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അഞ്ജുവിനെ എല്ലാവർക്കും അറിയാം. അഞ്ജു ഓൾറെഡി നമ്മുടെ സൈഡിലൂടെ വന്ന മലയാളികൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. പിന്നെ ജിത്തൻ രമേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഒരു പ്രൊഡ്യൂസറുടെ മകനാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ഓണറാണ് അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകൻ എന്ന് പറയുന്നത്. പക്ഷേ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ലൈഫിലുണ്ടായ ഒരു നഷ്ടം കാരണം പുള്ളിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും പുള്ളി വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ സിനിമ ഇപ്പം നിങ്ങളുടെ മുന്നിലുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും സിനിമ കാണണം. പിന്നെ അഖിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഇപ്പം നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ടാണ് ഈ പടത്തിൽ അഖിലിനെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം എന്നുള്ളതാണ് നമ്മളുടെ ഈ പത്രസമ്മേളനം കൊണ്ട് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഇനി ഔസേപ്പ് ബച്ചൻ സാർ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ.